ഹായ് ഗൈസ്, ദിലു വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മൾ കണ്ടുവരുന്നത് സ്ത്രീ പീഡനത്തെ പറ്റിയാണ്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ വരുന്നത് പുരുഷ പീഡനത്തെ പറ്റി കണ്ടന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പാപ്പച്ചിന്റെ മോനെ ഹലോ. എന്തടാ? ടൂറിന് ഞാനൊന്ന് നോക്കട്ടെ. ഒന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരാം. ഞാനൊന്ന് ഫ്രഷ് ആട്ടെ, എന്നിട്ട് എന്നെ തിരിച്ചു വിളിക്കാം. ഓക്കെ, എന്നാ ശരി. വന്നോ? എത്ര സമയം ഞാൻ പിന്നെ നിങ്ങള് കോൾ ചെയ്തില്ല, നിങ്ങൾ ബിസി ആയിരുന്നല്ലോ. ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. പിന്നെ എന്തൊക്കെയാണുള്ളത് ഇനി കഴിക്കാൻ വേണ്ടിട്ട്? കഴിച്ചു, ഇതയച്ചു. ഷോക്സ് കഴിക്കണ്ടേ? കഴിച്ച് സുന്ദരനാവണം. ഇന്ന് ഭയങ്കര വർക്കായിരുന്നു കേട്ടോ. നല്ല ടൈഡ്. ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ. ഈ കുറച്ച് വെള്ളം എടുത്ത് കുറെ പണികളൊക്കെ ഉണ്ട്. ഭയങ്കര നൂലവേദനയായിരുന്നു. ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ. ഒരു പണി എന്താ പണിയാ? ഞാൻ ഇപ്പൊ വരാം. ഇന്നലെ തുടച്ചിട്ടില്ല. എന്തായാലും ഫ്ലോർ ക്ലീനിങ്ങോ? അതെ. ഞാൻ ഫ്രഷ് ആവട്ടെ. ഫ്രഷ് ആകുന്നതിന്റെ മുന്നേ ചെയ്താലല്ലേ നിങ്ങൾക്ക് ഫ്രഷ് ആവാൻ പറ്റുള്ളൂ. എന്തൊരു ഉരവേദന. ഞാൻ കുറച്ച് കേൾക്കട്ടെ. എനിക്ക് ആവണില്ല ഇവിടുത്തെ പണി. എന്തൊരു ഇതാണിത്. മനുഷ്യന്മാർക്കൊരു മനസ്സമാധാനവും സൗകര്യവും തരൂല. എന്തൊരു ജീവിതമായി പോയി. നടുപടിയും മനുഷ്യന്റെ ഇവിടെ പണിയെടുത്ത് തന്നെ മനുഷ്യൻ ചാവണ എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. ശബാ എന്നെ എത്ര നേരമായി വിളിക്കണത്? അനക്കെന്താ ചെവി കേൾക്കണില്ലേ? എന്തേലോ ഊണ് നേരായില്ലേ? അരിയിട്ടിട്ട് പാത്രം കഴിയാൻ മതിയോ, അതോ പാത്രം കഴിഞ്ഞ ശേഷം അരിയിട്ടാ മതിയോ? അതിപ്പോ എത്ര വലിയ ചോദിക്കാന്? പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് നിങ്ങള് അരിയിട്ടാ മതി. അല്ല, ഊണ് കാലായി, അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെയൊക്കെ കഴിച്ചാ മതി. എന്താണ് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിക്കണേ. എന്തൊരു കഷ്ടാണ് അത് പോയില്ലപ്പോ. ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിക്കണേ. ഒക്കെ കറണ്ടൊക്കെ പാകമായിട്ട് വെച്ചിക്കണേ. അപ്പൊ എന്റെ കമ്പനിക്കാരൻ വിളിച്ചിട്ടുണ്ട്. ഇന്നൊരു വൺ ഡേ ട്രിപ്പ് പോകണ്ട് നാളെ. അപ്പൊ എനിക്കൊന്ന് പോണം. നടക്കൂല മോനെ, നടക്കൂല. ഇവിടുത്തെ പണിക്കാരെ എടുക്ക. എനിക്ക് ഉരവേദനം ഇതൊക്കെ വേദന അങ്ങനത്തെ അറിയില്ല. ഈ ഒരു കാര്യം ചെയ്യാ, ഒന്ന് റിലാക്സ് ആവട്ടെ. കമ്പനിക്കാരൊക്കെ ഒന്ന് പോകാൻ പറ്റൂല. നമുക്ക് രണ്ടാക്കും പോവാലോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. എനിക്കാവൂല. എനിക്ക് ഇവിടുത്തെ പണി എടുക്കാനാവൂല. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താണോ, ഞാനും ഒരു മനുഷ്യനല്ലേ. എനിക്ക് ഓഫീസ് വർക്ക് കഴിഞ്ഞാൽ ഇവിടുത്തെ വർക്കും ചെയ്യണോ. എനിക്കിത് രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയില്ലോട്ടോ. ഒന്നെങ്കിൽ ഈ എന്റെ പാട് നോക്കിയിട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ എന്റെ പാട് നോക്കിയിട്ട് പോകും. ഇതിപ്പോ എന്താ ഇത്ര പറയാൻ മാത്രമോ? നിങ്ങളൊരു തുടക്കുന്നുണ്ട്, ഒന്നും വാഷ് ചെയ്യുന്നുണ്ട്, ഒരു ഉള്ളിയൊക്കെ മുറിച്ച് തരുന്നത്, ഇതൊക്കെ ഇങ്ങനത്തെ പണിയല്ലേ? അത് മാത്രമാണോ? ബാക്കിയൊക്കെ വർക്ക് ഞാൻ ഇപ്പൊ വാഷ് ചെയ്ത് കഴിഞ്ഞില്ലേ? അരിയിട്ട് കഴിഞ്ഞ്, കറിക്ക് വേണ്ട ഒക്കെ അരിഞ്ഞ് കഴിഞ്ഞ്. ഇപ്പൊ എനിക്ക് എന്തായാലും പോയേ പറ്റൂ. അത് നടക്കൂല. അതെന്തായാലും നടക്കൂല. നടക്കൂലെങ്കിൽ ഈ കാട്ട് കാട്ടിക്ക് കഴിഞ്ഞ്, ഈ കാട്ട് മുഴുവനായിട്ട് ഈ കാട്ട് അതൊക്കെ മനസ്സമാധാനം ജീവിക്കണോ? എന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, എന്റെ കാര്യം ഇവിടെ നോക്കണ്ടേ? ഈ ഒരു കാര്യം തീരുമാനിക്ക്. അനക്ക് ഭാര്യയായിട്ടും എനക്ക് ഭർത്താവായിട്ടും ഇവിടെ ജീവിക്കാൻ പറ്റുവാണെങ്കിൽ എന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതി. അല്ലെങ്കിൽ ഈ ഇവിടുത്തെ നിന്നോണ്ട് ഞാൻ എന്റെ പാട്ടിന് പോവാണ് കേട്ടോ. ഞാനൊന്ന് റിലാക്സ് ആട്ടെ. ഞാൻ ടൂറിന് പോവാണ്. ഈ ചിന്തിച്ചിട്ട് ഈ വിളിക്ക്. സമാധാനവും തരില്ല. നിങ്ങളിപ്പോ എങ്ങോട്ടേക്കാ പോണത്? നിങ്ങൾ പോയി കഴിഞ്ഞ പിന്നെ പണിയൊക്കെ ആരാ എടുക്ക? പിന്നെ
ഈ മിണ്ടാണ്ടെന്നോടെ അവിടെ നിങ്ങൾ പോവല്ലേ, നിങ്ങൾ പോവല്ലേ, നിങ്ങൾ എന്തിനു പോകാൻ പോകുന്നത്? പോവല്ലേ.